വിവ മരിയ. ഈശോയിൽ പ്രിയമുള്ളവരെ, നമുക്കിനി മരിക്കാൻ 1 മണിക്കൂർ സമയമേ ബാക്കിയുള്ളൂ എന്ന് ആരെങ്കിലും നമ്മെ അറിയിച്ചാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? എവിടെ പോകണം, ആരെ കാണണം, എന്തൊക്കെ ചെയ്യണം, പലവിധ ചിന്തകളാൽ നമ്മൾ ആകെ ആശയക്കുഴപ്പത്തിലാകും അല്ലേ? എന്നാൽ കുഞ്ഞു ഡൊമിനിക്കിനോട് ഡോൺ ബോസ്കോ ഇതേ ചോദ്യം ചോദിച്ചു. ഒട്ടും ആലോചിക്കാതെ അവൻ പറഞ്ഞു, ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടേയിരിക്കും. കൂട്ടുകാരെ, ഏത് നിമിഷം മരിച്ചാലും അടുത്ത നിമിഷം ഈശോയെ കാണുമെന്ന് ഉറപ്പുള്ള ഡൊമിനിക്കിന് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം അപ്പമായവനെ അനുഭവമാക്കിയവനായിരുന്നു കുഞ്ഞു ഡൊമിനിക്. തൻ്റെ ആത്മീയ പക്വത കാരണം കൊണ്ട് തന്നെ ദിവ്യകാരുണ്യ സ്വീകരണം അത്ര സാധാരണമല്ലാത്ത 7-ാം വയസ്സിൽ കുഞ്ഞു ഡൊമിനിക്കിന് അതിനുള്ള അനുമതി ലഭിച്ചു. പിന്നീടുള്ള അവൻ്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നെന്നോ? മാതാപിതാക്കളോടും കൂട്ടുകാരോടുമെല്ലാം പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയും അറിയാതെ ചെയ്തുപോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് അപേക്ഷിക്കുകയും നിരന്തരമായി ഈശോയോട് പ്രാർത്ഥിച്ചൊരുങ്ങുകയും ചെയ്തു ഈ കുഞ്ഞു വിശുദ്ധൻ. തൻ്റെ ആത്മീയ പക്വത കാരണം കൊണ്ട് തന്നെ ദിവ്യകാരുണ്യ സ്വീകരണം അത്ര സാധാരണമല്ലാത്ത 7-ാം വയസ്സിൽ കുഞ്ഞു ഡൊമിനിക്കിന് അതിനുള്ള അനുമതി ലഭിച്ചു. പിന്നീടുള്ള അവൻ്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നെന്നോ? മാതാപിതാക്കളോടും കൂട്ടുകാരോടുമെല്ലാം പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയും അറിയാതെ ചെയ്തുപോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് അപേക്ഷിക്കുകയും നിരന്തരമായി ഈശോയോട് പ്രാർത്ഥിച്ചൊരുങ്ങുകയും ചെയ്തു ഈ കുഞ്ഞു വിശുദ്ധൻ. വലിയ കാത്തിരിപ്പിന്റെയും ഒരുക്കത്തിന്റെയും ദിനങ്ങൾ പൂർത്തിയാക്കി കുഞ്ഞു ഡൊമിനിക് ഈശോയെ സ്വീകരിച്ചു. ഈശോയെ, എന്നെ പൂർണ്ണമായും അങ്ങയുടേതാക്കണമേ, എന്നെ ഒരു വിശുദ്ധനാക്കി മാറ്റണമേ എന്നെല്ലാം അവൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു. അന്നേ ദിവസം രാത്രിയിൽ അവൻ്റെ ഡയറിയിൽ അവൻ 4 പ്രതിജ്ഞകളും എഴുതിയിട്ടു. ഞാൻ അടുക്കൽ കുമ്പസാരിക്കും. എൻ്റെ കുമ്പസാരക്കാരൻ അനുവദിക്കുന്നിടത്തോളം പ്രാവശ്യം ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കും. കടമുള്ള ദിവസങ്ങൾ ഞാൻ വിശുദ്ധമായി ആചരിക്കും. ഈശോയും മറിയവും എന്നും എൻ്റെ സ്നേഹിതന്മാരായിരിക്കും. പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഈ പ്രതിജ്ഞകൾ ജീവിതകാലം മുഴുവൻ നിറവേറ്റാനുള്ള അനുഗ്രഹത്തിനായി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 15 വയസ്സായപ്പോഴേക്കും രോഗബാധിതനായി കിടപ്പിലായി. ആ കാലം അത്രയും തൻ്റെ സഹനങ്ങളെല്ലാം കുരിശോട് ചേർത്ത് വെച്ച് സന്തോഷത്തോടെ അവൻ സഹിച്ചു. ഈശോയെ കാണാനുള്ള ആഗ്രഹത്താൽ അവൻ്റെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു. ഈശോയെ, മരണനേരത്തും എന്നെ പൂർണ്ണമായും അങ്ങയുടേതാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് അവൻ സന്തോഷത്തോടെ കണ്ണുകളടച്ചു.